എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് മോഹനേട്ടൻ ജോലിക്കൊക്കെ പോയി ഞാൻ ചായയൊക്കെ കഴിച്ചു ഇങ്ങനെ ഉമ്മറത്തുനിന്ന് ഇരിക്കുമ്പോൾ വിചാരിച്ചു ഇന്ന് എന്താ കൂട്ടാൻ വെക്കുകയെന്ന്. കാരണം പച്ചക്കറിയൊക്കെ കുറവാണ് കേട്ടോ. പച്ചക്കറിയൊക്കെ വാങ്ങുന്നത് ഇപ്പോൾ കുറച്ച് കുറവാണ്. കാരണം വാങ്ങി വെച്ച് വേസ്റ്റ് ആക്കണ്ട, ഞങ്ങളൊരു ടൂറ് പോവുകയാണല്ലോ. അപ്പോൾ ഒരു കഷ്ണം വെള്ളരിക്കണ്ട്, എന്നും വെള്ളരിക്കയും മോരൊഴിച്ച് വെക്കലും പിന്നെ പരിപ്പിട്ട് വെക്കലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാങ്ങ കിട്ടിയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെറുതെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മാങ്ങ പ്രതീക്ഷിച്ച് പോയതാണ് മാവിൻ്റെ ചോട്ടിൽ. അപ്പോഴേക്ക് 4 മാങ്ങ കിട്ടിയിട്ടോ, നല്ല പഴുത്ത മാങ്ങ. എനിക്ക് സന്തോഷമായി. അങ്ങനെ പഴുത്ത മാങ്ങയും വെള്ളരിക്കയും കൂടെയാണ് ഇന്ന് കൂട്ടാനെന്ന് ഞാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഒരടുപ്പിൽ വെള്ളരിക്ക ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ആ വെള്ളരിക്ക പിന്നെ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കാം. അതിന് അരി അപ്പുറത്തുനിന്ന് അരിക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് അരിയും കഴുകിയിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പഴുത്ത മാങ്ങയും വെള്ളരിക്കയും കൂട്ടാൻ കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ അത് കൂട്ടാൻ ചില സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. എനിക്ക് ഈ നമ്മുടെ മാങ്ങയുടെ അണ്ടിയൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെച്ച് കൂട്ടണമെന്നൊക്കെ മോഹമുണ്ടോ. ഇപ്രാവശ്യം തീരെ കൂട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കഷ്ണം വെള്ളരിക്കണ്ട്, അതുകൊണ്ട് വെക്കാം. വെള്ളരിക്കണ്ട്. അപ്പോൾ എന്ത് വെക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മളെ പഴുത്ത മാങ്ങേൻ്റെ ബോധം വന്ന് പഴുത്ത മാങ്ങ കിട്ടി. അപ്പോൾ സന്തോഷമായിട്ടോ. പഴുത്ത മാങ്ങയും വെള്ളരിക്കയും കൂടെയാണ് ഇന്ന് കൂട്ടാൻ. അപ്പോൾ വെള്ളരിക്ക അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഞാൻ അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ല പച്ചക്കറികളൊക്കെ വാങ്ങുന്നത് കുറവാണ്. കാരണം ഞങ്ങളിവിടെ പോകുന്നതുകൊണ്ട് വെറുതെ വാങ്ങി വെച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഉള്ളതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മധുരക്കിഴങ്ങ് കൊണ്ട് ഉപ്പേരി വെക്കുന്നത് കേട്ടോ. ഉപ്പേരി എന്ന് പറഞ്ഞുകൂടാ, കുറച്ച് പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. അരി വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് വെക്കുന്നത്. തോരൻ അല്ലേ, അങ്ങനെയല്ലേ പറയുക, അല്ലെങ്കിൽ ഒരു പുഴുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അത് മുറിച്ചുകൊണ്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ഒന്ന് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അരി തിളച്ചു ഞാനത് കുക്കറിലേക്ക് വാങ്ങി വെച്ചു. അപ്പോഴേക്ക് നമ്മുടെ വെള്ളരിക്ക വെന്തു. അതിലേക്ക് പഴുത്ത മാങ്ങ ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അത് അവിടുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് മറ്റേ അടുപ്പിലേക്ക് പിന്നെ മധുരക്കിഴങ്ങ് കഴുകിയിട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. മഞ്ഞൾപ്പൊടി കുറച്ചിടണം എന്നാട്ടോ വിചാരിച്ചത്, പക്ഷേ മഞ്ഞൾപ്പൊടി കയ്യിൽ നിന്ന് കൈവിട്ട് പോയി മൊത്തം അതിലേക്ക് വീണു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല മഞ്ഞ കളർ ഉണ്ടെന്നേ വേറെ കുഴപ്പമൊന്നുമില്ല. അത് അവിടെ അടച്ചു വെച്ചപ്പോഴേക്ക് നമ്മുടെ കഷ്ണം വെന്തു. ഇത് മാങ്ങയും അതൊക്കെ യോജിച്ചു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് പോകുന്നുള്ളൊരു ഇത് കേട്ടതുകൊണ്ട് രാവിലെ അരച്ച് വെച്ചു. പിന്നെ നമ്മുടെ തേങ്ങ, ജീരകം, പച്ചമുളക്, പിന്നെ തൈര് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ച് വെച്ചു കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും അല്ലെങ്കിൽ മോരൊഴിച്ച് വെക്കണം എന്നാണ് വിചാരിച്ചത്. മാങ്ങ കിട്ടിയില്ലെങ്കിൽ മോരൊഴിച്ച് വെക്കണം എന്നായിരുന്നല്ലോ വിചാരിച്ചത്. വെള്ളരിക്ക മോരൊഴിച്ച് വെക്കണം എന്ന്. അപ്പോൾ എന്തായാലും മാങ്ങ കിട്ടി, എന്തായാലും ഇങ്ങനെ മോരൊക്കെ ഒഴിച്ചിട്ട് വെക്കാൻ തന്നെയാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ അത് വലിയൊരു മധുരം എന്ന് പറയാനില്ല മാങ്ങയ്ക്ക്, എന്നാലും കുറച്ചൊരു മധുരം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് അല്ലേ പഴുത്ത മാങ്ങയും വെള്ളരിക്കയും വെക്കുമ്പോൾ. പിന്നെ അതിലേക്ക് കടുകും മുളകും കരുവേപ്പിലയും ഒക്കെ കൂടെ വറവിട്ടു. അങ്ങനെ കൂട്ടാൻ എന്തായി റെഡി ആയിട്ടോ. കൂട്ടാൻ റെഡി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്, പാകത്തിന് മധുരമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല സൂപ്പറായി. ആ കൂട്ടാൻ അവിടെ ആയി വരുന്ന സമയം കൊണ്ട് നമ്മുടെ പിന്നെ ഇതും വെന്തു. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും തേങ്ങയും കരുവേപ്പിലയും കൂടെ ചതച്ച് ഇട്ടു കേട്ടോ. കരുവേപ്പില നല്ല നാടൻ കരുവേപ്പിലയാണ്. ഉള്ളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിച്ചാൽ. മറ്റാണ് നമ്മൾ പെറുക്കി വെക്കുമല്ലോ, അത് അങ്ങനെ വയറ്റിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അരച്ചിട്ടത്. പിന്നെ അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കരുവേപ്പിലയൊക്കെ ആക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട കറിയും പിന്നെ ഉപ്പേരിയും തോരൻ ഒക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കുകയാണ്. നല്ല ഊണായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.